ആലുവയിൽ KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ ബൈക്ക് യാത്രികർ ആക്രമിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച കണ്ടക്ടർക്കും മർദ്ദനമേറ്റു. ബസിന്റെ ഡ്രൈവർ കായംകുളം സ്വദേശി M. ശ്യാംകുമാർ, കണ്ടക്ടർ കൊല്ലം ശാസ്താംകോട്ട സ്വദേശി പ്രവീൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതികളിൽ ഒരാളെ ആലുവ പോലീസ് പിടികൂടി. കീഴ്മാട് സ്വദേശി അമീർ നൌഷാദാണ് പോലീസിന്റെ പിടിയിലായത്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ പ്രകോപനം? എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ ആക്രമിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റോഡിലുണ്ടായ തർക്കമാണോ അതിന് വഴിവെച്ചത്? ശരിക്കും മുൻപിലുള്ള ഒരു കാറിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ബസ് കടന്നപ്പോൾ അതിനൊപ്പം തന്നെ വന്ന ബൈക്കാണ്. അതിൽ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി തന്നെ അവർ സൂക്ഷിച്ച് തന്നെയാണ് വാഹനം ഓടിച്ചതെന്നാണ് ഡ്രൈവർ ശ്യാംകുമാർ പറയുന്നത്. അങ്ങനെയാണ്. അതേസമയം ആ സമയത്ത് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബസിനെ പിന്തുടർന്ന് വന്ന് ക്രോസ് ചെയ്ത് വാഹനത്തിന് മുൻപിൽ, അതായത് ബസ്സിന് മുൻപിൽ ബൈക്ക് നിർത്തി ക്രോസ് ചെയ്ത ശേഷം ബസ് തടഞ്ഞ ശേഷമാണ് ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടിച്ച് പരുക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കണ്ടക്ടർ പ്രവീണിനും പരിക്കേറ്റിട്ടുണ്ട്. ഇത് ആലുവ കൊട്ടാരക്കര റൂട്ടിലോടുന്ന വാഹനമാണ്. അടൂർ ഡിപ്പോയിലെ ജീവനക്കാരാണ് ഈ പരിക്കേറ്റ ഡ്രൈവർ ശ്യാംകുമാറും അതുപോലെ കണ്ടക്ടർ പ്രവീണും അടൂർ ഡിപ്പോയിലെ ജീവനക്കാരാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മഹിളാലയം കവലയ്ക്ക് സമീപത്ത് വെച്ചിട്ടാണ് ഈ ബസ് കടന്നു പോകുമ്പോൾ എതിർദിശയിൽ ഒരു കാർ വന്നു. ആ കാറിന് സൈഡ് കൊടുക്കുമ്പോൾ ഈ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി തന്നെ അതായത് കാറിനെ മറികടക്കുന്ന സാഹചര്യത്തിലാണ്, എതിർദിശയിലല്ല, ക്ഷമിക്കണം, ഒപ്പം വന്ന് കാറിനെ മറികടക്കുന്ന സാഹചര്യത്തിൽ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇടത്തേക്ക് വെട്ടിച്ചു എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഉരസലുണ്ടാവുകയോ അല്ലെങ്കിൽ തമ്മിൽ ഇടിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അപകട സാധ്യത ഒഴിവായി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ബൈക്ക് യാത്രികരായിരുന്ന ആളുകൾ പിന്നീട് ഇവിടേക്ക് എത്തി, ഈ ബസ്സിനെ പിന്തുടർന്ന് എത്തി ഈ ഡ്രൈവറെയും കണ്ടക്ടറെയും പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അതിൽ 19 യാത്രക്കാരുണ്ടായിരുന്നു. ഇവരെ മറ്റു ബസ്സിലേക്ക് കയറ്റിയാണ് യാത്ര പുനരാരംഭിച്ചത്. ആ ബസ്സിന്റെ ഡ്രൈവർക്ക് പരിക്കേറ്റ ശേഷം അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ